ഡിസംബർ 18, 2022 ഖത്തറിൽ ലയണൽ മെസ്സിയുടെ അർജന്റീന വിശ്വവിജയികളായ ദിവസം. എളുപ്പമായിരുന്നില്ല ഖത്തറിൽ മെസ്സിയുടെ കിരീടധാരണം. വലിയ കടമ്പകൾ പിന്നിട്ട് ആ നിയോഗത്തിലേക്ക് അർജന്റീന കുതിച്ചെത്തി. സൗദിയോട് തോറ്റു തുടങ്ങിയപ്പോൾ മെസ്സിപ്പട പുറത്തേക്കെന്ന് വിമർശകർ വിധി എഴുതി. പക്ഷേ ആ കലാശപ്പോരിൽ 2018 ചാമ്പ്യന്മാരായിരുന്ന ഫ്രാൻസിനോട് ഏറ്റുമുട്ടാൻ അർജന്റൈൻ സംഘമെത്തി. അത്രമേൽ അവിശ്വസനീയമായിരുന്നു ലോകകപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരം. 36 മത്സരങ്ങളിൽ തോൽവിയറിയാതെ വന്ന മെസ്സിപ്പട ഫുട്ബോൾ ലോകത്തെ സാധാരണ ടീമായ സൗദി അറേബ്യയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. ലോകമെങ്ങുമുള്ള അർജന്റൈൻ ആരാധകർ ആ തോൽവിയിൽ മരവിച്ചുപോയി. ഒരുപക്ഷെ ലോകകപ്പ് വിജയങ്ങളുടെ സാധ്യതാ പട്ടികയിൽ നിന്നും ആ തോൽവിയോടെ അർജന്റീന പുറത്തായിട്ടുണ്ടാവും. രണ്ടാം മത്സരത്തിൽ മെക്സിക്കൻ പ്രതിരോധ കോട്ട തകർത്തെറിഞ്ഞ് മെസ്സിയും സംഘവും ജീവൻ നിലനിർത്തി. ആദ്യ പകുതി ഗോൾ രഹിതമായപ്പോൾ ലുസൈലിൽ തടിച്ചുകൂടിയ അർജന്റൈൻ ആരാധകരുടെ ചങ്കിടിപ്പ് കൂടി. പക്ഷേ എല്ലാ ആശങ്കകളും തകർത്തെറിഞ്ഞ് 64 മിനിറ്റിൽ മെസ്സിയുടെ ഇടങ്കാലിൻ്റെ മാന്ത്രികത പുറത്തെടുത്തു. പിന്നാലെ 87 മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിൻ്റെ തീ തുപ്പിയ ഗോളുകൂടിയായപ്പോൾ അർജന്റീന ആധികാരിക വിജയം നേടി. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പോളണ്ടിനെ തോൽപ്പിച്ച് മെസ്സിപ്പട പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. ഇത്തവണ ജൂലിയൻ അൽവാരസ് എന്ന യുവ തുർക്കിയും അലക്സിസ് മക്കലിസ്റ്ററുടെയും അടിപൊളി ഗോളും അർജന്റീനയെ വിജയത്തിലെത്തിച്ചു. പ്രീ ക്വാർട്ടറിൽ മെസ്സിപ്പടയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയാണ് ഓസ്ട്രേലിയ കീഴടങ്ങിയത്. ക്വാർട്ടർ ഏറെ ആവേശകരമായിരുന്നു. മത്സരത്തിന് 82 മിനിറ്റ് വരെ അർജന്റീന ലീഡ് ചെയ്തു. നഹേൽ മൊളീനയും നായകൻ ലയണൽ മെസ്സിയും ഗോൾ അടിച്ചു. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. 83 മിനിറ്റിൽ വോട്ട് വെഗോസ്റ്റ് ഓറഞ്ച് പടയ്ക്കായി ആദ്യ ഗോൾ നേടി. മത്സരം 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലെത്തി. വോട്ട് വെഗോസ്റ്റ് വീണ്ടും വലകുലുക്കി. ജയിച്ചെന്നുറപ്പിച്ച ശേഷം മത്സരം സമനിലയിൽ അവസാനിച്ചു. മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ ഓറഞ്ച് സ്വപ്നങ്ങൾ തടുത്തിട്ടു. 2 തവണ മാർട്ടിനസിൻ്റെ കൈകൾ അർജന്റീനയ്ക്ക് രക്ഷയായി. സെമിയിൽ ക്രൊയേഷ്യ അർജന്റീനയുടെ എതിരാളികളായി. 4 വർഷം മുമ്പ് റഷ്യയിൽ 3-0 തോൽപ്പിച്ച ഒരു കണക്ക് അർജന്റീനയ്ക്ക് തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അത് ഖത്തറിൽ മെസ്സിയും സംഘവും തീർക്കുകയും ചെയ്തു. മെസ്സിയുടെ ഒരു ഗോളും ജൂലിയൻ അൽവാരസിൻ്റെ ഇരട്ട ഗോളും അർജന്റീനയെ ലോകകപ്പ് ഫൈനലിലെത്തിച്ചു. ക്വാർട്ടറിൻ്റെ ആവർത്തനമോ അതിന് മുകളിലോ ആയിരുന്നു കലാശപ്പോരിലെ ആവേശം. മെസ്സിയും ഏഞ്ചൽ ഡീമരെയും വലകുലുക്കി. പക്ഷേ കിലിയൻ എംബാപ്പെ 80-81 മിനിറ്റുകളിൽ 2 തവണ ആഞ്ഞടിച്ചു. സ്കോർ 2-2. എക്സ്ട്രാ ടൈമിൽ 108 മിനിറ്റിൽ ലയണൽ മെസ്സിയിലൂടെ അർജന്റീന മുന്നിലെത്തി. പക്ഷേ 112 മിനിറ്റിൽ കിലിയൻ എംബാപ്പെ വീണ്ടും ആഞ്ഞടിച്ചു. സ്കോർ 3-3 തുല്യമായി. 120 മിനിറ്റിൽ കോളോ മുവാനയുടെ ഷോട്ട് എമിലിയാനോ മാർട്ടിനസ് തടുത്തിട്ടത് ഫുട്ബോൾ ലോകത്തിന് ഇന്നും അവിശ്വസനീയമാണ്. എക്സ്ട്രാ ടൈം സമനില പാലിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം നീണ്ടു. വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ സേവുകൾ അർജന്റീനയെ രക്ഷിച്ചു. 36 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് അർജന്റീന ഫുട്ബോൾ ലോകത്തെ കിരീടം വെച്ച രാജാക്കന്മാരായി. ഒരു വർഷം കടന്നുപോയിട്ടും ഇന്നലെ എന്ന പോലെ ഈ വിജയം ഓർമ്മയിലുണ്ട്. ചില സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും ഒരു നാളും മാഞ്ഞു പോകില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.